ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിനോട് വളരെയധികം താല്പര്യമുള്ള മനുഷ്യനാണ്. എല്ലാവരും എൻ്റെ അടുത്ത് പരിചയപ്പെടുന്ന പല ഇപ്പം ഈ പറഞ്ഞ ബ്രാൻഡുകളുടെ പിള്ളേർ വരുള്ളൂ, ഈ സെയിൽസ്മാൻസ് വരും, പണ്ട് മുതലുള്ള പരിചയത്തിൽ, അല്ലെങ്കിൽ പലരും യങ്സ്റ്റേഴ്സ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള ഫ്രണ്ട്സിൻ്റെ പിള്ളേരൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, എടീ നിങ്ങളുടെ ജോലിക്ക് പോകണ്ടെന്നല്ല, പക്ഷേ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള സാധനം നീ നന്നായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ. നീ ഒരു ഐഡിയ കൺസീവ് ചെയ്യുന്നു, അതിൽ പഠിക്കുന്നു, അത് നടപ്പാക്കുന്നു, അതിൽ നീ ലാഭം കൊയ്യുന്നു, അതിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ജോലി അത് നീ വേറെ ആൾക്ക് വേണ്ടി ചെയ്യണം, അവൻ്റെ ബുദ്ധിക്ക് നീ ഒരു കയ്യാളാകും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് നല്ലതാണ് ഇതിൽ. ഇനി ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്സ്റ്റൈലല്ല എന്ത് ഫീൽഡായാലും ഇന്ന് ചെറിയ തോതിൽ തുടങ്ങിയിട്ട് കാര്യമില്ല, വലിയ തോതിൽ തന്നെ ചെയ്യണം. അത് തുടങ്ങാൻ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ തരത്തിലും സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ടിങ് ലോട്ട് ഈ ഓൺട്രപ്രണർഷിപ്പിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിൽ തുടങ്ങിക്കോ, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു. ടാക്സ് വൈസ് ഉണ്ട്, ഫണ്ടിങ് ഉണ്ട്, പലതുമുണ്ട്. അപ്പോൾ തുടങ്ങാൻ ആ രീതിയിലുള്ള സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്തുണ്ട്. പക്ഷേ അതുപോലെ ഡാറ്റ, ഇന്ന് നമ്മൾ ഒരു പക്ഷേ ഇവരൊക്കെ തുടങ്ങിയ അവസരത്തിൽ അന്ന് ഡാറ്റയൊന്നുമില്ല, അത് സ്വന്തം മുതൽ എന്തൊക്കെ തോന്നുന്നു അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പം അതല്ല, നമുക്കൊരു നാട്ടിൽ ഒരു പിൻകോഡിൽ എത്ര കടയുണ്ട്, അവിടെ എന്തൊക്കെ വിൽക്കുന്നുണ്ട്, എന്തൊക്കെ ബ്രാൻഡുണ്ട്, അവരെത്ര വിൽക്കുന്നു, എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും തരാനുള്ള കൺസൾട്ടൻസീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവരെ കൺസൾട്ട് ചെയ്താൽ അവർ ഗൈഡൻസ് തന്ന് നിങ്ങൾക്ക് എന്ത് തുടങ്ങണം, എത്ര തോതിൽ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എല്ലാ സാധനവും ചെയ്തു തരാൻ ആൾക്കാരുണ്ട്. നമുക്ക് അതിനോടൊരു മുമ്പോട്ട് ഇറങ്ങിപ്പോയാൽ മാത്രം മതി. അപ്പോൾ ടെക്സ്റ്റൈൽ ഫീൽഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങുന്നത് എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ടെക്സ്റ്റൈൽ ഫീൽഡ്, എല്ലാ ഫീൽഡിലും ഈ പറഞ്ഞ പോലെ ചലഞ്ചസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ബിസിനസ് തുടങ്ങിയാൽ എളുപ്പമല്ല. അതെല്ലാം സഹിച്ച് തന്നെ, അല്ലെങ്കിൽ അതെല്ലാം കൺസീവ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകണം. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ്.